ഇന്നിപ്പോൾ ഡേ 2 ആയി. ഞങ്ങൾ ഇന്ന് രാവിലെയാണ് അമ്പലത്തിൽ പോകാൻ പോണത്. സോ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞങ്ങളിപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോട്ടാണ് പോകാൻ പോണത്. അപ്പോൾ അങ്ങോട്ട് പോകാം. അവസാനം എല്ലാവരും ഇറങ്ങി റെഡിയായിട്ട് ഞങ്ങളിപ്പോൾ ഇനി അമ്പലത്തിലോട്ട് പോവാണ്. ഇപ്പം തന്നെ ലേറ്റായി, പക്ഷേ രാവിലെ എന്നെ എഴുന്നേക്കാനുള്ള ശേഷി ഉണ്ടായില്ല. ഇന്നലെ ഭയങ്കര ടയേർഡായിരുന്നു എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രാവിലെ 6 മണിക്കുള്ളത് പ്ലാൻ മാറ്റിയിട്ട്, ആദ്യം 6 മണിക്ക് പോകാനാണ് നിശ്ചയത്. അപ്പോൾ ആ പ്ലാൻ മാറ്റിയിട്ട് ഇപ്പോൾ ഞങ്ങൾ 10:30ക്കുള്ള പ്ലാൻ ഓണാക്കിയത്. സോ ഇപ്പോൾ ഞങ്ങൾ ഇനി അമ്പലത്തിലോട്ട് പോവാണ്. അത് കഴിഞ്ഞ് അമ്പലം കഴിഞ്ഞിട്ട് ഞങ്ങൾ പാലസാണ് നോക്കണത്. ടൈം പോലെ ചേഞ്ച് ഉണ്ട്. ഞങ്ങൾ അമ്പലത്തിലോട്ടല്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോണത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അമ്പലത്തിലോട്ട് പോകും. ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. ഭയങ്കര വെയിലാണ്. വീട്ടിൽ പോയാൽ മതി. അതാണ് മെയിൻ നട, മെയിൻ എൻട്രൻസ്. അപ്പൊ ഇവിടെ നിന്ന് ഭയങ്കര വെയിൽ സഹിക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങള് വേഗം ഓടി പോവാണ്. ഇനി എന്തെങ്കിലും വെള്ളം കുടിച്ചിട്ട് റൂമിലോട്ട് പോകാനാണ് വിചാരിക്കണത്. ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഉച്ചയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് റൂമിലോട്ട് വന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. ഇവർ 4 പേരും, അച്ഛനും അമ്മയും സനിലും എൻ്റെ അനിയനും ഊണാണ് ഓർഡർ ചെയ്തത്. ഞങ്ങൾക്ക് ഊണ് കഴിക്കാൻ അത്ര മൂഡുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ അനിയത്തിക്ക് വേണ്ടി നൂഡിൽസാണ് ഓർഡർ ചെയ്തത്, ചിക്കൻ നൂഡിൽസ്. അങ്ങനെ ഞങ്ങൾ അത് കഴിച്ചിട്ട് റൂമിലോട്ട് പോയി. ഇവിടുത്തെ ഫുഡെന്ന് പറയുന്നത് അത്രക്കും എനിക്ക് അത്രക്ക് ഭയങ്കര ടേസ്റ്റി ഫുഡായിട്ട് തോന്നിയില്ല. ഓക്കെ ടൈപ്സ് ആയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര വിശന്നിരുന്നുകൊണ്ട് ഞങ്ങൾ വേറെ റെസ്റ്റോറൻറ്റ് തപ്പി പോയില്ല. അങ്ങനെ ഇതിൽ കയറി കഴിച്ചു. കുഴപ്പമുണ്ടായിരുന്നില്ല. അതായിട്ട് ഞങ്ങൾ റൂമിലോട്ട് പോയി. ബോളി, അപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് ഞങ്ങൾ പോരാണ്. ഇനി ഞങ്ങൾ വർക്കലയിൽ ചിലപ്പോൾ നിർത്തും. ആൻഡ് ഞങ്ങളിപ്പോൾ റൂംസ് എന്തായാലും വെക്കേറ്റ് ചെയ്തു. അപ്പോൾ നമുക്കിനി പോവാം. ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് സിൽവർ ബീഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തിയേക്കാണ്. ഇത് എവിടെയായിട്ട് ഒരു ചാവറ കഴിക്കാൻ പോവാണ്. ഇതാണ് മണവാട്ടിക്കോഴി. പനീർ, തന്തൂരി റൊട്ടി, പൊറോട്ട.
കഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഞാനും സനലും കൂടിയിട്ടായിരുന്നു ബൈക്കിന് പോന്നുകൊണ്ടിരുന്നത്. പക്ഷെ കുറച്ച് ദൂരം ആയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് തണുക്കാൻ തുടങ്ങി. അന്തരീക്ഷം ഭയങ്കര തണുപ്പായിരുന്നു. ഒരുവിധം 11 ആയിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. അപ്പോൾ അതിനുശേഷം ഞാനപ്പോൾ കാറിലോട്ട് കയറി ഭയങ്കര തണുക്കാൻ തുടങ്ങിയപ്പോൾ വേറെ ജാക്കറ്റൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് എറണാകുളം എത്തിയപ്പോഴത്തേക്കും സനൽ കാക്കനാടിലോട്ടും പോയി. ഞാൻ എൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ അനിയന് കുറച്ച് റെസ്റ്റ് ആവട്ടെ എന്ന് വെച്ചിട്ട് ഞാനാണ് വണ്ടി ഓടിച്ചത്. അപ്പോൾ അടുത്ത വ്ളോഗിലോട്ട് കാണാം. ഇത് എന്തായാലും ലാസ്റ്റ് ആയിരുന്നു, സെക്കൻഡ് പാർട്ടായിരുന്നു. ഇനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അപ്പോഴേക്കും ബൈ, സീ യു.